എല്ലാവർക്കും ശിവ സ്റ്റഡി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് സ്കൂൾ തല മത്സരത്തിന് അക്ഷരമുറ്റം 2026 ക്വിസ് മത്സരത്തിന് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഇത് 4ാം ഭാഗം വീഡിയോ ആണ്. മുന്നേയുള്ള 3, 2, 1 ഭാഗങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണാൻ ശ്രമിക്കുമല്ലോ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്നുള്ള വീഡിയോകൾ കാണുവാനും ശ്രമിക്കുമല്ലോ. നമുക്ക് നേരെ 1ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ടൈം സോണുകൾ ഉള്ള രാജ്യം ഏതാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ ടൈം സോണുകൾ ഉള്ള രാജ്യം ഏതാണ്? ഉത്തരം ഫ്രാൻസ്. വിവിധ ഭൂഖണ്ഡങ്ങളിലായി കിടക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ ആകെ 12 ടൈം സോണുകൾ ഫ്രാൻസിലുണ്ട്. 2ാമത്തെ ചോദ്യം. ടെലിവിഷനിലൂടെ ആദ്യമായി പരസ്യം ചെയ്യപ്പെട്ട കുട്ടികളുടെ കളിപ്പാട്ടം ഏതാണ്? ടെലിവിഷനിലൂടെ ആദ്യമായി പരസ്യം ചെയ്യപ്പെട്ട കുട്ടികളുടെ കളിപ്പാട്ടം ഏതാണ്? ഉത്തരം മിസ്റ്റർ പൊട്ടറ്റോ ഹെഡ്. 1952 ഈ കളിപ്പാട്ടത്തിൻ്റെ ടെലിവിഷൻ പരസ്യം ആദ്യമായി സംപ്രേഷണം ചെയ്തത്. കളിപ്പാട്ടമാണ് കൂട്ടുകാർ ചിത്രത്തിൽ കാണുന്നത്. 3ാമത്തെ ചോദ്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏവ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏവ? ഉത്തരം ചൈനയും റഷ്യയും. ഇരു രാജ്യങ്ങളും 14 രാജ്യങ്ങളുമായി വീതം കര അതിർത്തി പങ്കിടുന്നു. 4ാമത്തെ ചോദ്യം. ഒരു വാക്കിന് പരസ്പര വിരുദ്ധമായ 2 അർത്ഥങ്ങൾ വരുന്ന വാക്കുകളെ ഇംഗ്ലീഷ് വ്യാകരണത്തിൽ എന്ത് വിളിക്കുന്നു? ഒരു വാക്കിന് പരസ്പര വിരുദ്ധമായ 2 അർത്ഥങ്ങൾ വരുന്ന വാക്കുകളെ ഇംഗ്ലീഷ് വ്യാകരണത്തിൽ എന്ത് വിളിക്കുന്നു? ഉത്തരം കൺട്രോണിം അല്ലെങ്കിൽ ഓട്ടോ ആൻറ്റണിം. ഉദാഹരണം, സാങ്ഷൻ എന്ന വാക്കിന് അനുമതി നൽകുക എന്നും വിലക്ക് ഏർപ്പെടുത്തുക എന്നും പരസ്പര വിരുദ്ധമായ അർത്ഥങ്ങളുണ്ട്. 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ISSൽ ആദ്യമായി ചിത്രീകരിച്ച സംഗീത വീഡിയോ ഏത് പാട്ടിൻ്റേതാണ്? ഉത്തരം സ്പേസ് ഓഡിറ്റി ബൈ ഡേവിഡ് ബോയി. കമാൻഡർ ക്രിസ് ഹാഡ്ഫീൽഡ് ISSൽ നിന്ന് ഈ ഗാനം ആലപിച്ച് സംഗീത വീഡിയോ പുറത്തിറക്കി. 6ാമത്തെ ചോദ്യം. സ്വന്തം അച്ചുതണ്ടിൽ തിരിയാൻ എടുക്കുന്ന സമയം സൂര്യനെ വലം വയ്ക്കാൻ എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതലായതിനാൽ ഒരു വർഷത്തേക്കാൾ ദൈർഘ്യമുള്ള ഒരു ദിവസം ഉള്ള ഗ്രഹമേത്? ചോദ്യം ഒന്നുകൂടി വായിക്കാം. സ്വന്തം അച്ചുതണ്ടിൽ തിരിയാൻ എടുക്കുന്ന സമയം സൂര്യനെ വലം വയ്ക്കാൻ എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതലായതിനാൽ, അതായത് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഭൂമി സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നത് നമ്മുടെ ഒരു ദിവസമാണല്ലോ. എന്നാൽ അത് ഒരു വർഷം, അതായത് സൂര്യനെ ചുറ്റും വലം വയ്ക്കുന്നത് 365 ദിവസം, അതൊരു വർഷം എടുക്കുന്നത്. അതേപോലെ ഈ ഗ്രഹം അങ്ങനെ സ്വന്തം അച്ചുതണ്ടിൽ തിരിയാൻ തന്നെ ഒരു വർഷത്തിലധികം ദൈർഘ്യം ഉള്ള ദിവസമാണ് അവിടെ ഈ ഗ്രഹത്തിലുള്ളത്. ഏതാണ് ഗ്രഹം എന്നാണ് ചോദ്യം. ഉത്തരം ശുക്രനാണ്. ശുക്രനിൽ ഒരു റൊട്ടേഷൻ, ഭ്രമണം ഏകദേശം 243 ഭൂമി ദിവസവും റെവല്യൂഷൻ, പരിക്രമണം ഏകദേശം 225 ഭൂമി ദിവസവുമാണുള്ളത്. അടുത്ത 7ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും പഴയതും ഇപ്പോഴും പ്രവർത്തിക്കുന്നതുമായ ബാങ്ക് ഏതാണ്? ചോദ്യം ആവർത്തിക്കാം. ലോകത്തിലെ ഏറ്റവും പഴയതും ഇപ്പോഴും പ്രവർത്തിക്കുന്നതുമായ ബാങ്ക് ഏതാണ്? ഉത്തരം ബാങ്ക മോണ്ടെ ഡെ പാസ്കി ഡി സിയേന. പേര് കുറച്ച് വലുതാണ്, അതുകൊണ്ട് തന്നെ പേര് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ചോദ്യം ഇങ്ങനെയും വരാം. ഈ ബാങ്ക് സ്ഥാപിതമായ വർഷം ഏതാണെന്ന് ചോദിക്കാം. സ്ഥാപിതമായത് 1472 ഈ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിലെ സിയേനയിലാണെന്നും കൂടി ഓർത്തു വെച്ചാൽ നന്നായിരിക്കും. ഇനി 8ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. 8ാമത്തെ ചോദ്യം. സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എന്ന് വിശേഷിപ്പിച്ച ക്വാണ്ടം പ്രതിഭാസത്തിൻ്റെ പേരെന്താണ്? സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എന്ന് വിശേഷിപ്പിച്ച ക്വാണ്ടം പ്രതിഭാസത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്. തമ്മിൽ വളരെ അകലെയായിരുന്നാലും എൻറ്റാങ്കിൾഡ് കണങ്ങളുടെ അളവുകളിൽ പരസ്പര ബന്ധം നിലനിൽക്കുന്ന പ്രതിഭാസമാണിത്. ഇതിനെയാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുന്നത്. കൂട്ടുകാർക്ക് വേണമെങ്കിൽ മലയാളത്തിലും ഉത്തരങ്ങൾ എഴുതാവുന്നതാണ്. സ്ലൈഡിൽ ഇംഗ്ലീഷിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അക്ഷരമുറ്റം പതിപ്പിൽ മലയാളത്തിലാണ് ഉത്തരങ്ങൾ കൊടുത്തിട്ടുള്ളത്. 9ാമത്തെ ചോദ്യം. വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിലെ ഏറ്റവും വലിയ സിംഗിൾ ലിവിങ് ഓർഗാനിസം, അതായത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഓർഗാനിസം ഏതാണ്? വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിലെ ഏറ്റവും വലിയ സിംഗിൾ ലിവിങ് ഓർഗാനിസം ഏതാണ്? ഉത്തരം ആർമില്ലേറിയ ഓസ്ട്രോയ അഥവാ ഹണി ഫംഗസ്. അമേരിക്കയിലെ ഒറിഗണിൽ
2384 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഭീമൻ ഫംഗസാണ് നമ്മുടെ ഹണി ഫംഗസ്. 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സ്പെയിനിൻ്റെ ദേശീയ ഗാനമായ മാർച്ചാ റിയലിൻ്റെ വലിയ പ്രത്യേകത എന്താണ്? ചോദ്യം ആവർത്തിക്കാം. സ്പെയിനിൻ്റെ ദേശീയ ഗാനമായ മാർച്ചാ റിയലിൻ്റെ വലിയ പ്രത്യേകത എന്താണ്? ഉത്തരം: ഇതിന് ഔദ്യോഗികമായിട്ടുള്ള വരികൾ ഇല്ല. വാക്കുകളോ വരികളോ ഇല്ലാത്ത കേവലം സംഗീതം മാത്രമുള്ള അപൂർവ ദേശീയ ഗാനങ്ങളിൽ ഒന്നാണ് സ്പെയിനിൻ്റെ മാർച്ചാ റിയൽ. ഈ വീഡിയോയിലെ അവസാന ചോദ്യം. ആദ്യമായാണ് കൂട്ടുകാർ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്നതും എന്നാൽ ഒരാൾക്ക് പോലും ജീവഹാനി സംഭവിക്കാത്തതുമായ 335 വർഷം നീണ്ടുനിന്ന വാർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ചോദ്യം ആവർത്തിക്കാം. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്നതും എന്നാൽ ഒരാൾക്ക് പോലും ജീവഹാനി സംഭവിക്കാത്തതുമായ 335 ഇയേഴ്സ് വാർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഉത്തരം: നെതർലാൻഡും സില്ലി ദ്വീപുകളും. 1651 മുതൽ 1986 വരെ ഔദ്യോഗികമായി നിലനിന്നതായി പറയപ്പെടുന്ന രക്തരഹിത യുദ്ധമാണിത്. ചോദ്യങ്ങൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ പുത്തൻ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.